നമസ്കാരം, കൗമുദി ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ടുഡേയ്സ് ടേസ്റ്റിലേക്ക് സ്വാഗതം. ആർക്കാണ് ഈ കാലഘട്ടത്തിൽ ഭക്ഷണം ഇഷ്ടമില്ലാത്തത്? പ്രത്യേകിച്ച് നമുക്ക് ചുറ്റും ദിവസവും പലതരം റെസ്റ്റോറൻറ്റ്സും പലതരം ഷെഫുമാരും പലതരം യൂട്യൂബ് ഫുഡ് ചാനലും ഒക്കെ ഉള്ളപ്പോൾ അല്ലേ, ഒരുപാട് പേർക്കും ഫുഡ് ഇഷ്ടമാണെങ്കിലും ദിവസവും ഒരേ ഫുഡ് കഴിച്ച് നമുക്ക് എല്ലാവർക്കും മടുക്കില്ലേ? അപ്പോൾ ഈ മടുപ്പൊന്ന് മാറ്റാൻ വേണ്ടി നമ്മൾ പല പല വിഭവങ്ങൾ പരീക്ഷിച്ച് നോക്കും. പിന്നെ എനിക്കൊന്ന് തിരക്ക് പിടിച്ച സമയത്ത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം ഈസി ആയിട്ട് എളുപ്പം കുക്ക് ചെയ്യാവുന്ന വിഭവങ്ങളായിരിക്കും. അത്തരത്തിലൊരു വിഭവമായിട്ട് ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥി ചേരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ കുട്ടി ഷെഫായ തനിഷ്ക കുട്ടിയാണ്. വെൽക്കം തനിഷ്ക. അപ്പോൾ ഞങ്ങൾ കായംകുളത്താണുള്ളത്, തനിഷ്കയുടെ വീട്ടിലാണ്. അപ്പോൾ ഇന്നും തനിഷ്ക നമുക്ക് വേണ്ടി ഒരു കിടിലൻ റെസിപ്പി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. തനിഷ്ക കുട്ട, ഇന്ന് എന്താ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നത്? കിഡ്സ് പാസ്ത. ഈ ഞാൻ പറഞ്ഞ പോലെ ഈ തിരക്ക് പിടിച്ച സമയത്തിൽ നമുക്ക് നമ്മുടെ കുട്ടികളെ ഒന്ന് അടക്കി ഇരുത്തണമെങ്കിൽ നല്ല നല്ല വ്യത്യസ്തമായ ഫുഡ്സ് കൊടുക്കണം അല്ലേ? തനിഷ്കൂട്ടിന് ഏറ്റവും ഇഷ്ടം പാസ്തയാണോ? ഏത് പാസ്തയാണ് ഇഷ്ടം? ഇത്. ഓ, മിടുക്കിയാണ്, സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത് കിഡ്സ്. അപ്പോൾ തനിഷ്ക സ്പെഷ്യൽ കിഡ്സ് പാസ്തയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ? നല്ല ഇഷ്ടപ്പെടുമോ അല്ലയോ? ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്തിയാലോ? അപ്പൊ തനിഷ്ക തന്നെ പറഞ്ഞ എന്തൊക്കെയാ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ ചിക്കൻ ഉപ്പും മുളകും ഇട്ട് വേവിച്ചതാണ്, പിന്നെ പാസ്ത, വെള്ളം, ഉപ്പ്, പിന്നെ എണ്ണയും കൂടെ ഒഴിച്ച് വേവിച്ചതാണ്. എണ്ണ ഒഴിക്കുന്ന എന്തിനാന്ന് വെച്ചിരുന്നത് സ്റ്റിക്കിനെസ് മാറാനായിട്ടാണ്. പിന്നെ ടൊമാറ്റോ അരിഞ്ഞത്, ഉള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്യണം, പിന്നെ പൈനാപ്പിൾ, പെപ്പർ പൗഡർ, പിന്നെ മയോണൈസ്, ചില്ലി ഫ്ലേക്സ്, പിന്നെ നമ്മൾ ഇപ്പോൾ വേവിച്ച് വെച്ച ചിക്കൻ സ്റ്റോക്ക്, പിന്നെ സോസാണ്. ഇത് പാസ്ത സോസാണ്. അത് വേണമെന്നില്ല, വേണമെങ്കിൽ മാത്രം ചേർക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചിക്കൻ ഉപ്പും കുരുമുളകും മാത്രം അല്ലേ? മാത്രമായിട്ട് വേവിച്ചു. എത്ര വിസിൽ വേണം? 3 വിസിൽസ്. ഓക്കെ, 3 വിസിൽസ് വെച്ച് വേവിച്ചത്. പിന്നെ പാസ്തയ്ക്കകത്ത് എണ്ണയും ഉപ്പും വെള്ളവും ഇത്രയല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പാസ്ത തനിഷ്ക തന്നെ ടിപ്പും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എണ്ണ ചേർക്കുന്നത് അടിയിൽ പിടിക്കാതിരിക്കാനാണ് അല്ലേ? ഓക്കെ, പിന്നെ തക്കാളി വളരെ ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ ബിഗ് ഓനിയൻ സവാള അരിഞ്ഞതുണ്ട്, പിന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പൈനാപ്പിൾ ഉണ്ട്, കുരുമുളക്, ഉപ്പ്. ഇത് പാസ്ത സോസ് ഉണ്ട്. പാസ്ത സോസ് നിർബന്ധമില്ലെന്നാണ് തനിഷ്ക പറയുന്നത്. പിന്നെ നമ്മൾ ഈ വേവിച്ച ചിക്കൻ്റെ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ക്രഷ്ഡ് റെഡ് ചില്ലി, നമ്മുടെ ഉണക്കമുളക് ക്രഷ് ചെയ്തുകൊണ്ട് മയണൈസ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ മേശ നിറയെ വിഭവമാണ്. പുറത്ത് പോകുമ്പോഴേ നമ്മളിപ്പോൾ ഈ പാസ്ത പിസ്സ കഴിക്കാൻ പോകുമ്പോൾ ഈ പാസ്തയാണോ ഇഷ്ടം, പിസ്സയാണോ ഇഷ്ടം? പിസ്സ. പക്ഷേ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നത് പാസ്തയാണല്ലേ? പക്ഷേ ഇത് കുട്ടികൾക്ക് എല്ലാം ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പാസ്ത അല്ലേ? ഇവിടെ പാസ്ത കഴിക്കാം, ലഞ്ചായിട്ടും കഴിക്കാം. അപ്പം തനിഷ്കുട്ടി പറയുന്നത് കിഡ്സ് പാസ്ത നമുക്ക് ലഞ്ചിനും കഴിക്കാം, ഡിന്നറിനും കഴിക്കാമെന്നാണ്. അപ്പം ഞങ്ങൾ 2 നേരം കഴിക്കാനുള്ള ഒരു വിഭവമാണ് ഉണ്ടാക്കുന്നത് അല്ലേ? നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, ആദ്യം എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മൾ പാസ്ത ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഞങ്ങൾ, അതിലേക്ക് പാസ്ത ഇടാം. ഓക്കെ, ഇത് നമ്മൾ വേവിച്ച് വെച്ച പാസ്ത ഞങ്ങൾ ഒരു ബൗളിലേക്ക് ആദ്യം ഇട്ടു. തനിഷ്കുട്ടിനെ ആരാ ഹെൽപ്പ് ചെയ്യുന്നത് വീട്ടിൽ കുക്ക് ചെയ്യാനൊക്കെ ആയിട്ട്? അമ്മയും വരും, അമ്മൂമ്മയും വരും. ആർക്കും വിഷമം വേണ്ട അല്ലേ? അച്ഛൻ കുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഇല്ല, അച്ഛൻ കുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ നന്നായിട്ട് കഴിച്ച് ഹെൽപ്പ് ചെയ്യും നമ്മളല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ പാസ്ത ബൗളിലേക്ക് ഇട്ടു. ഇനി നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്താണ്? ചിക്കൻ. ഓക്കെ, നമ്മൾ വേവിച്ചെടുത്തത്. ഓക്കെ, വേവിച്ച ചിക്കൻ കുരുമുളക് ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച് ഒരു 3 വിസിൽസ് മതി. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ വേവിച്ച പാസ്തയും വേവിച്ച ചിക്കനും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടൊമാറ്റോ, ഓണിയൻ ഇത് രണ്ടും ചേർക്കാം. ഓക്കെ, ടൊമാറ്റോ. ഇതൊരു എത്ര ടൊമാറ്റോ കാണും തനിഷ്ക കുട്ട? ഒരു 3 ടൊമാറ്റോസ്. അപ്പോൾ 3 തക്കാളി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കുഞ്ഞായിട്ട്, ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര ഐഡിയ ആണ് കേട്ടോ തനിഷ്ക. കാരണം ഈ ടൊമാറ്റോ ഒക്കെ കഴിക്കാത്ത പിള്ളേർക്കൊക്കെ ഇങ്ങനെ കൊടുക്കാം അല്ലേ? അടിപൊളി. അപ്പോൾ പച്ചക്ക് എടുത്ത് തിന്ന്. തനിഷ്കയുടെ സിസ്റ്ററും ഇപ്പോൾ ഇത് വെറുതെ ആണെങ്കിലും കഴിക്കുന്ന പറയുന്നത്. കുറേ കുട്ടികൾക്കൊക്കെ ഈ ടൊമാറ്റോ അത്ര ഇഷ്ടമില്ല. അപ്പോൾ നമുക്ക് കിഡ്സ് പാസ്തയിൽ കൊടുക്കാം. ഇനി ബിഗ് ഒനിയൻ. നമുക്ക് ബിഗ് ഒനിയൻ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വേവിച്ച പാസ്ത ചേർത്തു,
ചിക്കൻ ചേർത്തു, ടൊമാറ്റോ ചേർത്തു, ഇനി ഒനിയൻ ചേർത്തു. ഇതിപ്പം എത്ര ഒനിയൻ ഉണ്ടാവും പറഞ്ഞേ? 2 or 3. ഓക്കെ, 2 or 3. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം അല്ലേ? ഓക്കെ. ആൻറ്റി ഹെൽപ്പ് ചെയ്യണോ? ഹെൽപ്പ് ചെയ്യണം. ഓക്കെ. അപ്പം ഞങ്ങൾ എന്താ പാസ്ത ഇഷ്ടപ്പെടാൻ കാരണം എന്താ? ഇത് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ എന്താ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞേ? കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്, അതുകൊണ്ടാണ് കിഡ്സ് പാസ്ത എന്ന് ഇട്ടത്. ഓക്കെ ഓക്കെ. നമ്മളിത് മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അപ്പച്ചിയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പച്ചിയുടെ പേരെന്താ? ദേവി. അപ്പച്ചി നല്ലൊരു ബേക്കറും നല്ലൊരു കുക്കുമാണ്. ശരിക്കും പറഞ്ഞാൽ തനിഷ്ക കുട്ടിയുടെ വീട്ടിലെല്ലാവരും നന്നായിട്ട് കുക്ക് ചെയ്യും അല്ലേ? അപ്പോൾ അപ്പച്ചിക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് ദേവി അപ്പച്ചിക്ക്. അപ്പോൾ അപ്പച്ചി ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുമല്ലോ. ഇനി എന്താ മിക്സ് ചെയ്യണ്ടേ? ഇനി അടുത്തത് നമുക്ക് മയോണൈസ് ഒഴിക്കണം. ഓക്കെ. എത്ര സ്പൂൺ വേണം? ഇതൊരു 4 സ്പൂൺ വേണം. 4 സ്പൂൺ. ഓക്കെ. തനിഷ്കയ്ക്ക് ഇഷ്ടമാണോ മയണൈസ്? ഇഷ്ടമാണ്. ഏറെ മയണൈസ് ഇടുന്നതാണോ ഇഷ്ടം, കുറച്ച് മയണൈസ് ഇടുന്നതാണോ ഇഷ്ടം? ആവശ്യത്തിന് ഇടണം. വീട്ടിക്ക് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആവശ്യത്തിന് മയണൈസ് ഇടണം. ദേവി അപ്പച്ചി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള വിഭവം എന്താ തനിഷ്കയ്ക്ക്? പാസ്തയാണ്. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നല്ലേ ഈ പാസ്ത തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി റെഡിയാക്കുന്നത്. ഇത് ശരിക്കും കേട്ടോ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. പക്ഷേ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും പാസ്തയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഏത് ഇൻഗ്രീഡിയൻ്റാണ് വേണ്ടേ? ഇനി നമുക്ക് ചിക്കൻ സ്റ്റോക്ക്. ആൻറ്റി ഒഴിച്ചിട്ടെ. എത്ര സ്പൂൺ വേണം? ഇത് ഫുൾ ഒഴിക്കണം അതോ ആവശ്യത്തിന് ഒഴിച്ചിട്ട് നോക്കാം അല്ലേ? നമ്മളൊരു 3 സ്പൂൺസ് ഒഴിച്ചിട്ടുണ്ട്. 9 വയസ്സായില്ലെങ്കിലും നല്ല എന്താ പാകതയോടെയാണ് തനിഷ്ക സംസാരിക്കുന്നത് അല്ലേ? കാരണം നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് ഒഴിച്ചിട്ട് നോക്കാം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു. ഞാൻ ഇത് ഹെൽപ്പ് ചെയ്യാം. ചക്കര ഒരു 2 വരി പാടി തന്നെ എനിക്ക്. ഏത് പാട്ടാണ് തനിഷ്കയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ പാട്ട്? അപ്പോൾ നമുക്ക് പൈനാപ്പിൾ ഇട്ടിട്ട് ഇനി എന്തൊന്നും ചേർക്കാനുണ്ടോ? ഇതല്ലേ ഉള്ളൂ അല്ലേ? ആൻറ്റി നമുക്ക് പൈനാപ്പിൾ ഇട്ടിട്ട് പാട്ടിലോട്ട് പോകാം. ഓക്കെ. അപ്പോൾ നമ്മൾ പാസ്തയിൽ ഏകദേശം കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഇവിടെ പൈനാപ്പിൾ ആൻറ്റി ഒരു പീസ് എടുത്തോട്ടെ. ഇവിടെ ഞങ്ങൾ പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഞങ്ങൾ പാസ്തയിലോട്ട് ഇടുവാണ്. തനിഷ്ക കൂട്ടിന് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് ഏതാ? എനിക്ക് ഭയങ്കര ഹൈഫൈ ആണ്. കിവിയും ഓറഞ്ചും ഒക്കെയാണ് കുഞ്ഞിന് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട്. തനിഷ്ക എപ്പോഴും വർത്താനം പറയുമ്പോഴേ അനിയത്തിനെ പറയുന്നതൊക്കെ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. അനിയത്തിക്കും കിവി ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? അപ്പം നമ്മൾ ഏകദേശം കാര്യങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞു. എന്തൊക്കെ ചേർത്തു? നമ്മൾ ചിക്കൻ ചേർത്തു, ടൊമാറ്റോ ചേർത്തു, പാസ്ത ചേർത്തു, മയണൈസ് ചേർത്തു, ഒനിയൻ ചേർത്തു. കണ്ട ആൻറ്റി പറഞ്ഞു. ചിക്കൻ്റെ സ്റ്റോക്ക് ചേർത്തു അല്ലേ? പൈനാപ്പിൾ ചേർത്തു. അപ്പോൾ ഇതെല്ലാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആ മിക്സ് ചെയ്യുന്ന സമയത്ത് ആൻറ്റിക്ക് തനിഷ്കയ്ക്ക് 2 ലൈൻ പാടിത്തരണം. തനിഷ്കയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്ടർ ആരോ എന്ന് പറഞ്ഞേ? ദുൽഖർ. അപ്പോൾ മലയാളത്തിലോ? എനിക്കറിയാം, മലയാളത്തിൽ ദുൽഖർ. അപ്പോൾ ദുൽഖറിൻ്റെ പുതിയ സിനിമയിലോ 2 വരി പാടിത്തരുമോ? ഉലകം പോണ പോക്ക് ഭാരി കണ്ണമ്മ പെണ്ണാലേ. അടിപൊളി. എനിക്ക് പറഞ്ഞു തീരുന്നതിന് മുമ്പേ പാടിയല്ലോ. മിടുക്കി. ദുൽഖറിനെയാണോ ഏറ്റവും ഇഷ്ടം മലയാളത്തിൽ? അപ്പം മലയാളം അല്ലാതെ ആരൊക്കെ ഇഷ്ടം? ആൻറ്റിക്കറിയാം ആരെയാ ഇഷ്ടം? ആരെ? വിജയ്. അപ്പൊ നമ്മൾ അടുത്ത തമിഴില് വിജയ്. അപ്പൊ ഓരോ ഭാഷയിലും ഓരോരുത്തരാണ് ഇഷ്ടം അല്ലേ? അതുകൊള്ളാം. അപ്പൊ ദുൽഖർ കേൾക്കട്ടെ. ദുൽഖർ അഭിനയിക്കാൻ ഇഷ്ടമാണോ? തനിഷ്കയ്ക്ക് സിനിമയിലൊക്കെ അഭിനയിക്കാൻ ഇഷ്ടമാണോ? അപ്പം വളർന്ന് വലുതായി നമുക്ക് ദുൽഖറിന്റെ നായികയായിട്ട് അഭിനയിക്കാം. അപ്പം ഞങ്ങളുടെ പാസ്ത ഏകദേശം റെഡി. പാട്ട് അടിപൊളിയായിരുന്നു. തനിഷ്ക പാട്ടും പഠിക്കുന്നുണ്ട്, വയലിനും പഠിക്കുന്നുണ്ട് അല്ലേ? ഇടുക്കി. ഇനി എന്താ നമുക്ക് ചേർക്കണ്ടേ? പെപ്പർ. ഓക്കെ. അപ്പം നമ്മൾ ഇനി പെപ്പർ പൊടിയാണ് അല്ലേ? പെപ്പർ ക്രഷ് ചെയ്ത് വേണേലും ചേർക്കാം. പൊടിയായിട്ട് ലേശം പെപ്പർ മതിയോ? കിഡ്സിനാണ്ട് അധികം എരി വേണ്ട അല്ലേ? അതുകൊണ്ട് നമ്മളൊരു കുറച്ചൊരു കുഞ്ഞ് സ്പൂൺ പെപ്പർ ചേർത്തിട്ടുണ്ട്. ഇനി എന്താണ്? സോൾട്ട്. ഓക്കെ. ആൻറ്റി സോൾട്ട് ഇത്രയും മതിയോ? നമ്മൾ സോൾട്ട് ചേർത്തിട്ടുണ്ട്. സോൾട്ടും പെപ്പറും ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനും ടേസ്റ്റിനും അനുസരിച്ചാണ് അല്ലേ? ഇനി ഇത്
തനിഷ്ക കുട്ടി ഇത്രയും ചെയ്തുകൊണ്ട് ചേച്ചിയാക്കി തരാം കൊള്ളാം. ഇപ്പം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ, വേവിച്ച് വെച്ച പാസ്ത, തക്കാളി, പിന്നെന്താ പറഞ്ഞേ തനിഷ്ക കുട്ടി പറഞ്ഞ ഒനിയൻ, പിന്നെ മയോണൈസ്, പൈനാപ്പിൾ, ചിക്കൻ സ്റ്റോക്ക്, പെപ്പർ, സോൾട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ചേർത്തിട്ടുണ്ട്. പാസ്ത സോസ് വേണമെങ്കിൽ ചേർക്കാം. ഇപ്പോൾ ചേർക്കുന്നുണ്ടോ നമ്മൾ? ഇല്ല. ഓക്കെ, ക്രഷ്ഡ് ചില്ലി, ക്രഷ്ഡ് റെഡ് ചില്ലിയാണ് നമ്മുടെ ഉണക്കമുളക് നന്നായിട്ട് പൊടിച്ചത്. അതും ലേശം മതി അല്ലേ? കാരണം കുട്ടികൾക്കുള്ള നമ്മൾ കിഡ്സ് പാസ്തയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മൾ വലിയവർക്കാണ് ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് എന്തോ ഇച്ചിരി സ്പൈസി ആയിട്ട് ഉണ്ടാക്കണം. തനിഷ്ക പറയാണ് വലിയവർക്ക് കഴിക്കണമെങ്കിൽ ഇച്ചിരി സ്പൈസി ആയിട്ട് ഉണ്ടാക്കണം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലൊരു സാധനമാണ് അല്ലേ തനിഷ്ക പറഞ്ഞ ലഞ്ചിന് സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ ഈസിയാണ് അല്ലേ? അമ്മയ്ക്ക് രാവിലെ എണ്ണീറ്റ് വലിയ കാര്യങ്ങളൊന്നും ചോറും കറിയൊന്നും വെക്കണ്ട, ഈസി ആയിട്ട് പാസ്തയായി വെജിറ്റബിൾസായി എല്ലാം ഉണ്ട്. ഓക്കെ, ഫിനിഷ് കഴിഞ്ഞോ? ഇനി നമുക്ക് ഇത് ചേർക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചേർക്കണം. ഓക്കെ, ഇത് വേണം. ഇത് നമ്മൾ ചേർക്കുന്നുണ്ടോ? കുറച്ച് ചേർക്കാം അല്ലേ? ഇത് പാസ്ത സോസാണ്, നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, കടകളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് അത്രയും പാസ്ത സോസ് വേണ്ടവർക്ക്, ചിലർക്കൊന്നും സോസ് അത്ര ഇഷ്ടമില്ലെങ്കിൽ നമ്മളത് ഒഴിവാക്കാം. അല്ലെങ്കിൽ നമുക്ക് പക്ഷെ ഇതിൽ ടൊമാറ്റോ സോസ് ചേർക്കരുത്. അതൊന്ന് പറഞ്ഞ പ്രേക്ഷകരോടൊന്ന് പറഞ്ഞേ. ടൊമാറ്റോ സോസ് ഇതിൽ ചേർക്കാൻ പാടില്ല. ടൊമാറ്റോ സോസ് ചേർക്കുമ്പോൾ ഒരു ചവ കാണും, അത് ചേർക്കും. ഓക്കെ, ഒരു ചവർപ്പ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ പാസ്തയ്ക്ക് എല്ലാത്തിനും അങ്ങനെയല്ല, നമ്മളിപ്പോൾ ബീഫിന് ചിക്കൻ മസാല ഇടുവോ ഇല്ല അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. കിഡ്സ് പാസ്ത. ഓക്കെ, ഇതാണ് നമ്മുടെ കിഡ്സ് പാസ്ത. എല്ലാവരും ട്രൈ ചെയ്യണം. അതിന് മുമ്പ് എന്തൊക്കെയാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് ചേർത്തത് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ് അങ്ങോട്ട് നോക്കി. ഇൻഗ്രീഡിയൻസ് പാസ്ത ചേർത്തു, പിന്നെ ചിക്കൻ ചേർത്തു, ഓണിയൻ, ടൊമാറ്റോ, പിന്നെ പൈനാപ്പിൾ, പിന്നെ ക്രഷ്ഡ് ചില്ലി, ചിക്കൻ സ്റ്റോക്ക്, മയോണൈസ്, പിന്നെ പെപ്പർ പൗഡർ, സോൾട്ട്, ലാസ്റ്റ് വൺ പിസ്സ സോസ്. ഓക്കെ, പിസ്സ സോസ്. അപ്പോൾ ആൻറ്റി ടേസ്റ്റ് ചെയ്യണ്ടേ? നിങ്ങളോടൊക്കെ പ്രേക്ഷകരോടൊക്കെ പറഞ്ഞു. അപ്പോൾ ആൻറ്റി ഇനി ടേസ്റ്റ് ചെയ്തിട്ട് പറയണ്ടേ എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, അപ്പം ഞാൻ തനിഷ്ക കുട്ടിയുടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ സ്പൂൺ മാറ്റിയിട്ട് നല്ലതാണോ? ആയിരിക്കുമോ? അറിയത്തില്ല. അറിയാം, അങ്ങനെ പറയില്ല. അറിയത്തില്ല പറഞ്ഞാൽ സൂപ്പറാന്ന് പറയണം. നമ്മുടെ സാധനം സൂപ്പറാന്ന് പറയാം. നോക്കുവാണേ. സൂപ്പറായിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്യുമ്പോൾ മൊത്തം തനിഷ്ക മുഖത്തിന് ടെൻഷൻ അടിച്ച് എന്തായിരിക്കും ആൻറ്റി പറയാൻ പോകുന്നതെന്ന് വിചാരിച്ചല്ലേ? സൂപ്പറായിട്ടുണ്ട് തനിഷ്ക. എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കണം, ഉണ്ടാക്കി നോക്കണം. ഈസിയാണ്, എളുപ്പമാണ്. കുറച്ച് ചിക്കൻ, കുറച്ച് പാസ്ത വേവിച്ചതും, ഒപ്പം തക്കാളി ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, പിന്നെ സോസൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ മാറ്റി മറിച്ചൊക്കെ ചേർക്കാം. പക്ഷെ നമ്മൾ ടൊമാറ്റോ സോസ് ചേർക്കില്ല അല്ലേ? അപ്പോൾ തനിഷ്ക കുട്ടിയുടെ കൂടുതൽ റെസിപ്പി ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും പറഞ്ഞ് കിഡ്സ് പാസ്ത ഉണ്ടാക്കി നോക്കണം, ടേസ്റ്റ് ചെയ്യണം. കിഡ്സ് പാസ്ത നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റിയാണ്, എളുപ്പമാണ്. അപ്പം ഞങ്ങൾ തനിഷ്ക കുട്ടിയുടെ കിഡ്സ് പാസ്ത എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കണം. വീണ്ടും പുതിയൊരു റെസിപ്പിയും പുതിയൊരു അതിഥിയുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.